വന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പിള്ളി സാർ കൂടെയുണ്ട്. സാറിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സിസ്റ്റർ, ആരോഗ്യ മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള വികാസമാണല്ലോ. അതിൽ ദിനചര്യകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയല്ലേ ബന്ധങ്ങളുടെ അടിസ്ഥാനവും? ബന്ധങ്ങളും അതിൽ പ്രധാനപ്പെട്ടതല്ലേ? ഇതിൽ ഏറ്റവും ഈ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന ഒന്നല്ലേ ചിരി എന്ന് പറയുന്നത്? ചിരി എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെ സംസ്കാരമാണ് അല്ലേ? ഈ ചിരിയെക്കുറിച്ചിട്ടായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയെക്കുറിച്ചുള്ളൊരു ചർച്ച ചിരിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം അല്ലേ? നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ മൂഡിനെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം നോക്കുന്നു, നമ്മൾ ചിരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് കാര്യമാണ് ചിന്തിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ എന്താണോ ഈ ഒരു സമയത്ത് പ്ലാൻ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനാണ് വേറൊരാൾക്ക് എന്നെ ആ ഒരു സമയത്ത് മൊമെൻ്ററി എന്നെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ സാധാരണ പറയും ഒരു ജനറൽ അപ്പിയറൻസ് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണെന്ന് പറയും. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്കുമുള്ള നമ്മുടെ ബോഡി പോസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നമുക്കറിയാം ചില ഫിനിഷിങ് സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിനിഷിങ് സ്കൂളുകളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സ്മൈലിംഗ് അല്ലെ ലാഫിങ് എന്നൊക്കെ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ബന്ധങ്ങളെ ഊഷ്മളമാക്കുക മാത്രമല്ല ചിരി കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിരിക്കുക അല്ലെങ്കിൽ ചിരി കാണുക അല്ലെങ്കിൽ ചിരി അവർക്ക് സമ്മാനിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കണക്റ്റഡ്നെസ്, അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഒരു സുസ്ഥിതിയിലേക്ക് വേറൊരാളെ കൂടി ക്ഷണിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും കൈമുതലായിട്ട് വേണ്ട ഒരു വലിയ ഊഷ്മളമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മൾ പറയത്തില്ല നമുക്കുള്ളത് എന്ന് പറയാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചിരി. അപ്പോൾ ചിരിക്കാൻ ശ്രമിക്കാം, അതുപോലെ തന്നെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ ശ്രമിക്കാം. നമുക്ക് തന്നെ ഒരു സുസ്ഥിതിയിലേക്ക് വരാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ച ഫലപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചിരിക്കാൻ പറ്റാത്ത ചിലരുണ്ട് അല്ലേ? ചിരി ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും ചിരിക്കാൻ കഴിയാത്തവരുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കേസുകളെ കുറിച്ച് പറയാമോ? ഈ ചിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമോഷൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ? ചില ഇപ്പോൾ ഒരു ഫേഷ്യലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ന്യൂറോളജിക്കലി അത് ഒരു പ്രോബ്ലംസ് വരുന്നു, ചിലപ്പോൾ ചില ആക്സിഡൻറ്റുകൾ നമുക്ക് സംഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പേരിൽ അതായത് ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ മൂലം ചിരിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മൂലവും ചിരിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കേസ് ഓർത്തു പോവുകയാണ്. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവരാനുള്ള കാരണം മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൊബൈൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് വേറെ ഒന്നും ചിന്തിക്കാനായിട്ടുള്ളൊരു സമയമില്ല. ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്, ഗെയിമുകൾ കളിക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6 വയസ്സുകാരനെ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ കേസസ് എടുക്കുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന ചീഫ് കംപ്ലൈൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ അവനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബിഹേവിയറൽ ഒബ്സർവേഷൻ കൂടി അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അവനെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവന് ചിരിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ അവനെ ചിരിച്ച് കാണിച്ചാലും അവൻ ചിരിച്ചു വരുമ്പോൾ അത് ചിരിയല്ല, അവൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ചിരിയുടേതായിട്ടുള്ളൊരു എക്സ്പ്രഷൻ വരുന്നില്ല അവന്. അപ്പം നമ്മൾ അതിനുശേഷം ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അഡിക്ഷന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ ചെയ്തൊരു കാര്യം അവനെ ചിരിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിരിക്കാനായിട്ട്
സൈക്കോളജിക്കലി ഒരു പോരായ്മയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അത് ചികിത്സാ മേഖലയില്ലേ ഇപ്പൊ ചിരി അല്ലെങ്കിൽ ലാഫിങ് അല്ലെങ്കിൽ സ്മൈലിങ് ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, അതായത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടൊക്കെയുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ മാനസിക തലത്തിലും ഉള്ള ഹോർമോൺസിനെ, അതിൽ അസറ്റൈൽ കോളിൻ, ഡോപ്പാമിൻ ഇങ്ങനെയൊക്കെയുള്ള എൻസൈംസിനെയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി ആ ഒരു ഈവൻ നമ്മുടെ ഡിപ്രഷൻ ചികിത്സയെ പോലും വിഷാദ രോഗത്തിൻ്റെ അതുപോലെ തന്നെ ആൻസൈറ്റിയുടെയൊക്കെ ചികിത്സയുടെ മേഖലയിൽ ചിരിയൊരു ഉപാധിയായിട്ട് എടുക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് വായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ ശാരീരിക തലത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശാസ്ത്രം അംഗീകരിച്ചൊരു കാര്യമാണ്. അതായത് നമ്മുടെ വേദനകൾ ഉണ്ടാക്കുന്നത് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഡോപ്പാമിൻ്റെ ലെവല് നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന രീതി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഈ ചിരി കൊണ്ട് അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കത് ആ റിലീസിങ് ബോഡി പെയിൻസ് കുറയ്ക്കാൻ പറ്റും. അതാണ് നമുക്ക് ഈ ടച്ച് തെറാപ്പി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തൊക്കെ തെറാപ്പികളാണുള്ളത് ചിരി? നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ ശാരീരിക വേദനകൾ കുറയ്ക്കുന്ന, അതായത് എൻഡോർഫിൻ പോലെയുള്ള, എൻഡോർഫിൻ എന്ന് പറയുമ്പോൾ പെയിൻ കില്ലേഴ്സ് ആണ്. അപ്പോൾ ഒരു ചിരിയെ ആ എൻഡോർഫിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സ്റ്റഡീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നു, ഡോപ്പമൈൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നു. അതുമൂലം ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഷോർട്ട് ആൻഡ് പ്ലഷർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾ ഈ ലാഫ്റ്റർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രോണിക് പെയിൻ ഉള്ള സമയങ്ങളിൽ, ഇപ്പോൾ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരിയേറെ, ഇപ്പം ബാക്ക് പെയിൻ, ബോഡി പെയിൻ, അത് ക്രോണിക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു നല്ലൊരു തെറാപ്പിയാണ് ഒരു ചിരിയുടെ കാര്യം. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവിടെ അതിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില തെറാപ്പി പ്രാക്ടീസസ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ അവരെ തന്നെ നമ്മൾ അവരുടെ മുൻപിൽ നിന്ന് ചിരിച്ച് മോഡൽ ചെയ്യുന്നു. ഈ കുട്ടിയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുവാണ്. അവനോട് ചിരിക്കാൻ പറഞ്ഞ് അവൻ ചിരിക്കാൻ വരുമ്പോൾ അവന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ട് നമുക്ക് ചിരി വരും. അപ്പം ഞങ്ങൾ ചിരിക്കും. അപ്പം ഞങ്ങൾ ചിരിക്കുന്ന കണ്ട് പതുക്കെ പതുക്കെ അവൻ ചിരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അവന് നമ്മളൊരു മിറർ ഇമേജ് തെറാപ്പി, അതായത് മിറർ വെച്ച് കൊടുക്കും. നമ്മളൊരു കണ്ണാടി വെച്ച് കൊടുത്തിട്ട് ഈ കണ്ണാടിക്ക് മുൻപായിട്ട് ഇവനെ നിർത്തിയിരിക്കുന്നു, അതിൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവനോട് ചിരിക്കാൻ പറയുമ്പോൾ ഇവൻ ചിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ നമ്മൾ ചിരിക്കും. ആ ചിരി കണ്ട് ഇവൻ പതുക്കെ ചിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ചിരിയെ നമ്മൾ ഈ മിററിൽ നോക്കി അവനോട് കറക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ നമ്മൾ കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പെൻസില് നമ്മുടെ ടീത്തിൻ്റെ ബിറ്റ്വീൻ വെച്ചിട്ട് കടിച്ച് പിടിച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സ്പ്രഷൻ കൊണ്ടാക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ചീക്സ് മൂവ് ചെയ്യുന്നത്, കണ്ണ് മൂവ് ചെയ്യുന്നത്, പുരുകം മൂവ് ചെയ്യുന്നത്, നെറ്റി മൂവ് ചെയ്യുന്നത്, അപ്പോൾ ഇതിലേക്കെല്ലാം ശ്രദ്ധിക്കാനായിട്ട് പറയും. ഇങ്ങനെ ശ്രദ്ധിച്ചു വരുമ്പോഴത്തേക്ക് അവനൊരു സെൽഫ് കറക്ഷൻ മെത്തേഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ചിരിക്കുന്നവരെ, ഇപ്പോൾ നമ്മൾ തന്നെ ചിരിച്ചില്ലെങ്കിലും അതിനുള്ള കുറച്ച്, ഇപ്പോൾ ചിരിക്കുന്ന കുറേ പടങ്ങൾ കാണിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ ചിരി ഉണ്ടാക്കും. അപ്പോൾ ഇതേപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം സ്പോണ്ടേനായിട്ട് ഇങ്ങനെ ഒരു ചിരി വന്നില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഉപാധികളിലൂടെ നമ്മൾ അവരെ ചിരിപ്പിക്കുന്നു, മൂഡ് എൻഹാൻസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിരി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതിങ്ങനെ ചിരിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും, ചുമ്മാതിരുന്ന് നമ്മൾ കുറച്ചു നേരം ചിരിച്ചു കഴിഞ്ഞാൽ കാണുന്നവർ ചിലപ്പോൾ അവർക്ക് ചിരിയല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ടും തോന്നും. അപ്പൊ അത് ശ്രദ്ധിച്ച് ചിരിക്കണം എന്നുള്ളത്. പലതരത്തിലുള്ള ചിരികളുണ്ടല്ലോ, ചിന്തിച്ചിട്ടുള്ള ചിരികളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ ഒരു ചെറിയൊരു ഫലിതം കണ്ടതാണ്. ഹസ്ബൻഡ് ഇങ്ങനെ മൊബൈൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വൈഫ് പുറകിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, കോര വിട്ട മെസ്സേജ് കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈഫ് പറഞ്ഞു, ക്ലാര പെട്ടെന്ന് കോരയായത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പം ഇതേപോലെ ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മളൊരു സ്പോണ്ടൈൻ ചിരി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജോക്കുകൾ കോമഡികൾ ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചിരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് ഒരാളെ നമുക്ക് ഒരു വിലയിരുത്താൻ പറ്റൂല. കാരണം ചിലവരെ ഒത്തിരി തെറ്റിദ്ധരിക്കുന്ന രീതിയിലേ ഇപ്പൊ എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട് പല സമയത്ത്. നമ്മള് ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഞാൻ ഓർക്കുവാണ്. ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ അവനെ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്നത് ഇവൻ ഒട്ടും ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് തന്നെ ഇവനോട് ഇടപെടാനായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനോട് അടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവനോട് ചെന്നിട്ട് എന്നും ടീച്ചർ ചോദിക്കും, എന്താടാ പ്രശ്നം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അമ്മ നിന്നെ വഴക്കിട്ടോ, എന്താ പ്രശ്നം? അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവനും പ്രശ്നം എന്നാന്ന് ഓർത്തുകൊണ്ട് ഇവനും ഇരിക്കുന്നത്, എനിക്ക് എന്താ പ്രശ്നം. ഇവന് തന്നെ മനസ്സിലായി എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിങ്ങനെ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ അധികം കൂട്ടുകാരില്ല. ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാലും അവൻ പരമാവധി മാറിപ്പോകാനായിട്ട് നോക്കും. അപ്പോൾ ഒരു ഉൾവലിയുന്ന പോലെ കണ്ടിട്ടാണ് ടീച്ചേഴ്സ് നമ്മുടെ അടുക്കേ വിടുന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായ നമ്മൾ ഒബ്സർവേഷനിൽ മനസ്സിലായ ഒരു കാര്യം, ഇവൻ ഈ പറഞ്ഞ പോലെ ചിരിക്കാൻ അറിയില്ല. ഈ ചിരി എന്ന് പറയുന്ന ഒരു റെസിപ്രോക്കലാണ്. ഇപ്പം ചുമ്മാതെ ഇരുന്നിട്ട് ഇപ്പം മിസ് ചിരിക്കുന്നില്ല, മിസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ചുമ്മാതെ മിസ്സിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇതേപോലെ ഒരു അതായത് മിസ് ചിരിക്കുന്നു, സോ ദെൻ ഞാൻ ചിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, ദിസ് ഇസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിരിക്കാൻ അറിയില്ല. അവൻ പറയണ ഒരാൾ ചിരിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫിസിയോളജിക്കൽ കാര്യം മാത്രമല്ല കേട്ടോ, സൈക്കോളജിക്കൽ കാര്യം മാത്രമല്ല, സോഷ്യലി നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് ഇവൻ കുഞ്ഞിനാളിലെ തൊട്ട് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നൊരു രീതി അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവനെ വളർത്തുന്നത് ഇവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ് വളർത്തിയത്. അപ്പോൾ പാരൻസ് അടുത്തില്ല, ഭയങ്കര ചിട്ടയായ ഒരു രീതിയിലാണ് ഇവനെ വളർത്തുന്നത്. അധികം ചിരിക്കാൻ പാടില്ല, ഒച്ചയിൽ ചിരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര പാരമ്പര്യത്തിന്റെ ഒരു ട്രെയ്റ്റ്സും കൂടി ഇതിൽ വരുന്നുണ്ടോ? പാരമ്പര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് മോഡലിംഗ് വരുന്നുണ്ട്. അതായത് കുഞ്ഞുനാളിലെ എനിക്ക് കിട്ടുന്ന നർച്ചറിങ്, അതായത് ഒരു ചിരിക്കുന്ന ജോവിയലായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന പോലെ കുടുംബത്തിൽ ശരിക്കൊരു പ്രാധാന്യം ഉണ്ടല്ലേ, പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാത്തതിന്റെ ഒരു കുറവ്, ലിമിറ്റേഷൻ അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചിരിക്കാൻ അറിയില്ല, അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. അങ്ങനെ വന്നപ്പോൾ ഇവനൊരു സോഷ്യൽ കണക്റ്റഡ്നെസ് ഇല്ല. അപ്പൊ കൂട്ടുകാരിതിന്റെ മാറി നിൽക്കും. ടീച്ചർ പിന്നെ ഇവനെ കുറിച്ച് പറഞ്ഞത് പ്രായത്തെക്കാൾ കൂടുതലുള്ളൊരു പക്വത പോലെയാ അവന്റെ പെരുമാറ്റങ്ങൾ. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. അതേ മുതിർന്നവർ നോക്കിയതിന്റെ ആണ്, അതും ഉണ്ടാകാം. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങാ കൊടുത്തത്. അപ്പൊ ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഇതേപോലുള്ള ചിരി പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ പറയുന്നുണ്ട്, ഹലോ ഹൗ ആർ യു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അതായത് നമ്മളോർക്കും വളരെ കാഷ്വൽ ആണെന്ന് ഓർക്കും. ഇപ്പൊ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു, ഒന്നും അറിയാൻ പാടാത്ത ഒരാളാണെങ്കിലും നമ്മളൊന്ന് ചിരിച്ചു. സോ അപ്പോൾ അത് നമുക്കും ഒരു ചിരി കിട്ടുകയാണ്. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ജോക്ക് ഓർക്കുന്നത്, അപ്പം നമുക്കിങ്ങനെ വേറൊരാളെ കൺഫ്യൂഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒട്ടും അറിയാൻ പാടാത്ത ഒരാളെ നമ്മൾ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കണം. എന്നിട്ട് സുഖമാണോ, എങ്ങനെയുണ്ട് എന്നങ്ങ് ചോദിക്കണം. പിന്നെ അയാൾ ഇതാരാ, ഇത് എവിടെ വെച്ച് ഞാൻ ഇയാളെ കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചിന്തിച്ചു പോയിക്കോളും. വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോക്കായിട്ട് പറയുന്നതാണ്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കുക,
നമ്മളെ നോക്കി ചിരിക്കുന്നവര് അല്ലെ നമ്മളോട് സുഖാണോ, അപ്പൊ അവനൊരു മോട്ടിവേഷൻ കൊടുക്കാണ്. അവർക്കൊരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോ മോട്ടിവേഷൻ ആയിട്ട് മാറില്ല അത്. അതായത് 2 എണ്ണം കിട്ടിയെങ്കിൽ പോരേണ്ടതായിട്ട് പോരേണ്ടതായിട്ട് വരും. ഓക്കെ, എങ്കിൽ പോലും അപ്പൊ ഇതൊരു സോഷ്യൽ ഫിനോമിനയാണ് ചിരിക്കുക എന്നുള്ളത്. ചിരിയുടെ രീതി പോലെ ഇരിക്കും അത്. അതെ, ചിരിയുടെ രീതി പോലെ ഇരിക്കും. അതുപോലുള്ള ഒരുപാട് കോമഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ, ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് അവസാനം ഒരു കൊലച്ചിരിയായി മാറിയുള്ളത് നമ്മള്. ഇപ്പൊ ഒരാളുടെ ഈ നേച്ചറും നർച്ചറും എൻവിറോൺമെന്റും ഇത് 3ഉം കൂടി ചേരുമ്പോഴല്ലേ ആ ഒരു ശരിക്കും ആ ആപ്റ്റ് ചിരിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് ചിരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ്, വിദ്യാലയങ്ങളിലെ ടീച്ചേഴ്സ് ചിരിക്കാത്ത അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അല്ലേ. ആ ചിരി, അത് ചിരിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ചിരിക്കേണ്ടതാണ് അല്ലേ, അധ്യാപകരുടെ ആ ഒരു മാതൃക. തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെയും കൂടി, അതായത് നമ്മൾ മാറി വരുന്ന സംസ്കാരത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറയാറുണ്ട്, ടീച്ചേഴ്സ് ആദ്യം നിങ്ങൾ ചിരിച്ചു പഠിക്കണം, നിങ്ങൾ പരസ്പരം ചിരിച്ചു പഠിക്കണം, സ്വന്തമായിട്ട് ചിരിച്ചു പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുട്ടികളെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ചിരിക്കുന്നത് കൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ഇല്ലാതായി പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനെ നോക്കി ചിരിച്ചു എന്ന് ഓർത്തിട്ട് അയാളുടെ പൊസിഷൻ പോകുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അല്ല, ഒരു ചിരി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നമുക്ക് കീഴടക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ണ് പോലെ തന്നെയാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മള് ആരെയും കണക്റ്റഡ് അല്ല, അതുപോലെയാണ് ചിരി. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര്, ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചു നോക്കിക്കേ, തീർച്ചയായിട്ടും അവർക്കും ചിരി വരും, നമുക്കും ചിരി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും ചിരി ഒരു കണ്ടീജിയസ് ആണ്. അപ്പൊ അതായത് നമ്മളൊരു പകർന്നു കൊടുക്കുന്നത് പോലെയാണ്. അപ്പോ പ്രത്യേകിച്ച് സന്തോഷം പകരുന്നതാണ് ചിരി. ചിരി ഒരു തിരിയിൽ നിന്ന്, ഒരു വിളക്കിൽ നിന്ന് അടുത്ത വിളക്കിലേക്ക് നമ്മളൊരു നാളം തെളിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ഇപ്പൊ നമ്മള് ഒരു മെഴുകുതിരി തെളിഞ്ഞു നിൽക്കുന്നു, കത്തിച്ച മെഴുകുതിരിയുടെ അടുത്ത് വേറൊരു കത്തിക്കാത്ത തിരി വന്ന് തിരി പകർന്നുകൊണ്ട് പോയി എന്നോർത്തുണ്ട്, ഈ തിരിയില് ആ നാളത്തിന് കുറവ് വരുന്നില്ല, ആ ഫ്ലെയിമിന് കുറവ് വരുന്നില്ല, ചൂടിന് കുറവ് വരുന്നില്ല. പക്ഷേ അതേ രീതിയിൽ തന്നെ അടുത്ത തിരിക്കത് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പണ്ട് ചിരിക്കാനും നമുക്കൊരു വിഷയം വേണം അല്ലേ. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിലായാലും എല്ലാവരും കൂടി ഇരുന്ന് പല തമാശകളും പറയാം, സംസാരിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങിയാണ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, തിരക്കുകളും അതുപോലെ സോഷ്യൽ മീഡിയയും എല്ലാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് അത് ബാധിക്കുന്നില്ലേ കുട്ടികളെ? തീർച്ചയായിട്ടും കുട്ടികളെ മാത്രമല്ല, ഇത് മുതിർന്നവരെ ബാധിക്കുന്നുണ്ട്. കാരണം ഈ കപ്പിൾ തെറാപ്പി എടുക്കുമ്പോഴത്തേക്കും, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അതിൻ്റെ തെറാപ്പികൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അവർക്ക് പല കാര്യങ്ങളും പല തെറാപ്പികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ചിരിയുടെ തെറാപ്പി ഒത്തിരിയേറെ ഫലം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിക്കുന്ന ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വൈഫും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നമായി, വഴക്കിട്ടു. ഈ വഴക്കിട്ട് അവർ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്ന പരിപാടി എന്താ? പിന്നീട് മുഖത്ത് നോക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു റൂമിലായിരിക്കില്ല, പരസ്പരം അതായത് ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാതെ വരും. അതായത് മുഖത്ത് നോക്കിയാൽ അവർക്ക് ആ ഒരു പിണക്കം തീരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുക്കൽ വന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത്രയുള്ള കാര്യം. ഇപ്പൊ പലപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു പണി ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഭയങ്കര വിഷമിച്ച് രണ്ടുപേരും, ഒരാൾ കരയുന്നു, ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇങ്ങനെയല്ല ചിന്തിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പോസ് കൊടുക്കും, ഞാൻ മിണ്ടാതിരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ വിളിക്കും, അടുത്ത ആളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അപ്പം നോക്കണ്ട, ഒരാൾ കുനിഞ്ഞിരിക്കുന്ന മറ്റേ മുഖത്തേക്ക് നോക്കും. ഓക്കെ, മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആളോട് ഈ കുനിഞ്ഞിരിക്കുന്ന ആളോട് അടുത്ത ആളെ ഒന്ന് നോക്കാൻ പറയും. ദാറ്റ് മൊമെന്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഒരു സ്പാർക്കിംഗ് മൊമെന്റ് അവിടെ വരുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും കപ്പിൾ തെറാപ്പിയിൽ നമ്മൾ പറയുന്ന ഒരു ഇൻസ്റ്റന്റ് തെറാപ്പിയായിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട്. പരസ്പരം ഒന്ന് നോക്കിക്കേ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം നോക്കി അങ്ങനെ ഇരുന്നാലും അവർ ചിരിക്കും. അപ്പൊ മേ ബി ഒരു ചിരിയില് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും
ഈവൻ ഈവനിങ്ങിൽ വൈകുന്നേരം ഇപ്പം നമ്മൾ സാധാരണ പറയും എല്ലാ വീടുകളിലൊക്കെ പ്രാർത്ഥനകളുണ്ട് അല്ലേ. നമ്മുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും കുടുംബ പ്രാർത്ഥനകളുണ്ടാവും. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് കത്തോലിക്ക കുടുംബങ്ങളിൽ നമുക്കറിയാം കുരിശുവരെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്തുതി കൊടുക്കും. ഈ സ്തുതി കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കി ചിരിച്ച് അല്ലെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തൊരു സ്തുതി കൊടുത്ത് കഴിയുമ്പോൾ അന്നവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളും സോൾവായി പോവുകയാണ്. ഒരു മഞ്ഞുരുകണ പോലെ ഉരുകിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടുകളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ചിരി എന്ന് പറയുന്ന ഒരു ഇമോഷനിലേക്ക്, ഒരു ഫീലിങ്ങിലേക്ക് കടന്നു വരുന്നു, ഒരു എക്സ്പ്രഷനിലേക്ക്, ഒരു ഗുഡ് ഇമോഷൻ്റെ എക്സ്പ്രഷനിലേക്ക് കടന്നു വരുന്നു. ആ ഫാമിലിയെ മുഴുവനും കുറച്ച് ജോവിയലായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഞാനൊരു ആഡ് ചെയ്യാണ്, കാരണം ഞങ്ങൾക്കിങ്ങനെ കൃത്യമായിട്ടുള്ള രോഗികളാണല്ലോ, അപ്പോൾ ശാരീരികമായ രോഗങ്ങൾ, അപ്പോൾ ഈ ഹാർട്ട് ഡിസീസ് അതുപോലെ ഡയബറ്റിസ് ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യ ഘടകങ്ങളുണ്ടെങ്കിലും വളരെയധികം ഇങ്ങനെ ചിരിക്കാത്ത ആൾക്കാരെ നമ്മൾ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അവരുടെ ഷുഗർ ഈ മെഡിസിൻ കൊടുത്താലും ഇങ്ങനെ വെയ്വർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരെ നമ്മൾ ചിരിപ്പിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളതൊരു ഗവേഷണ രീതിയിലൊക്കെ നോക്കുന്നുണ്ട്, ഞാനത് ഡാറ്റ സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഒത്തിരി, അതായത് എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ സമൂഹങ്ങളും ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇന്ന രോഗങ്ങൾക്ക് വരെ സുഖപ്പെടാവുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചിരിയെ അവർ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇത് എനിക്ക് ആവശ്യമായ ഒരു ചികിത്സയാണെന്നുള്ളൊരു ബോധ്യം മരുന്നിനേക്കാളുപരി അവൻ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയെങ്കിലും ചിരിക്കുമെന്നുള്ളതാണ്. ശാരീരിക ഗുണങ്ങളുണ്ടല്ലേ, ഒത്തിരിയുണ്ട്, ഒത്തിരി ശാരീരിക ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സുസ്ഥിതിക്ക് വെൽബീയിങ് നമ്മൾ പറഞ്ഞു, അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കേ, ചിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും നമുക്കൊരു സന്തോഷം വരുന്നത്. ടീച്ചറെ, എൻഡോർഫിൻസ് കൂടും. അത് കൂടുന്നത് നമുക്ക് പെയിൻ നമുക്ക് അറിയുന്നില്ല, മരുന്നില്ലാതെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പല, ഇപ്പോൾ നമുക്ക് പറയാം ഒരു ഫേഷ്യൽ പാൾസിയൊക്കെ വന്ന് അങ്ങനെയൊക്കെ വന്ന് ഏതെങ്കിലും ഒരു സ്ട്രോക്ക് മൂലമൊക്കെ ചിരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലുള്ളവരുണ്ട്. അതായത് ഉള്ളിൽ സന്തോഷമുണ്ട്, ഉള്ളിൽ അവരോടൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു, പക്ഷേ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ നമുക്കത് കാണിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, വേദനിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചിരിക്കാനുള്ള ഈ കഴിവിനെ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം. നമ്മുടെ ചിരിയിലൂടെ നമുക്കും ഫിസിയോളജിക്കലി ശാരീരികമായിട്ടൊരു സുസ്ഥിതി, മാനസികമായിട്ടൊരു സുസ്ഥിതി ഉണ്ടാകുന്നു. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്. അപ്പോൾ ഒരു ചിരി ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട്, ആ പകർച്ചയിലൂടെ മാനസികമായൊരു സുസ്ഥിതിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ചിരിക്കാനുള്ളൊരു മനസ്സ് കിട്ടിയ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാവർക്കും നന്ദി. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ ടോം പയ്യപ്പിള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.